അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ശരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, അതോ ഇതൊരു ശരിക്കുള്ള റിലേഷൻഷിപ്പ് തന്നെയാണോ, ഒരു ലവ് ലൈഫ് തന്നെയാണോ ഇത് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ കുറേ പേരെങ്കിലും കൺഫ്യൂസ്ഡ് ആണ്. അതിനുള്ള റീസൺ പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കൂടെ, അതായത് നിങ്ങളുടെ ഒരു ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നി, നിങ്ങൾക്ക് എപ്പോഴും മിണ്ടാനും സംസാരിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ പതിയെ പതിയെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മിണ്ടാനും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ ഒട്ടും അവൈലബിൾ ആയിട്ടിരിക്കുന്നില്ല, എന്തെങ്കിലും കാര്യത്തിലൊക്കെ ബിസി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഈ ഒരു കാര്യത്തെ ചൊല്ലി ഒരുപാട് തവണ വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അത്തരം ഒരു ക്യാരക്ടറാണ്. എപ്പോഴും എല്ലാത്തിനും ഭയങ്കര കൺഫ്യൂഷൻ, ഒരു കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് പലപ്പോഴും കഴിയാറില്ല. എല്ലാത്തിലും ഭയങ്കര കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു പേഴ്സണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വിചാരിച്ചാൽ തിരികെ വരാവുന്നതൊക്കെ ഉള്ളൂ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ. പക്ഷേ ഇവർക്ക് ഇവർക്ക് എന്താണ് ഭയങ്കര ഒരു ഒന്നിലും ഉറച്ചു നിൽക്കാൻ തോന്നുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ടുള്ള, നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നതൊക്കെ തന്നെ. അപ്പോൾ മേ ബി നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആദ്യമൊക്കെ. പക്ഷെ പിന്നീട് നിങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയ സമയത്ത് ഇവർ പതിയെ പതിയെ ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ വീണ്ടും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പഴയതിനേക്കാൾ കുറേയധികം സ്നേഹമായിട്ട് തിരികെ വരുന്നു. പിന്നെയും കുറച്ച് നാൾ സ്റ്റേ ചെയ്യുന്നു. പിന്നെയും ഇതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന ഒരു ഇഷ്ടം തോന്നുന്ന സമയത്ത് ഇവർ പിന്നെയും ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് കുറേ ആയി ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ അടിയിട്ടിട്ട് പോകുന്നതും അല്ല. പല പല റീസൺസ് ആണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു റീസൺ പറയുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒരു മനസ്സുകൊണ്ടൊരു സംതൃപ്തി കിട്ടാറില്ല പലപ്പോഴും. പക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാണ്, നിങ്ങളെ ഒരുപാട് ഓർക്കുന്നൊക്കെയുണ്ട് മിക്കപ്പോഴും. പക്ഷെ നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ലൈഫിൽ. പക്ഷെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബൈ പറഞ്ഞ് ഒഴിവാക്കാനും ഈ ഒരു പേഴ്സണ് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവട്ടെ എന്ന് പോലും നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴൊന്നും തന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് സമർത്ഥിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി പലപ്പോഴും ഫീൽ ആവുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നൊക്കെ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം, മേ ബി കുറച്ച് പേരുടെയെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. പല കാര്യത്തിലും, ഇപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ അല്ല, ലൈഫിൽ പല കാര്യത്തിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കഴിവ് ഈ ഒരു പേഴ്സണ് കുറവായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു ഡിസിഷൻ എടുത്താലും അതിലും ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. ഒരു ഉറപ്പില്ലാത്തൊരു തരം ക്യാരക്ടർ, അതായത് ഒന്നിലും ഉറച്ചു നിൽക്കാനായിട്ട് മനസ്സ് പാകപ്പെടാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇനി ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ തന്നെയും അതിലും ഇച്ചിരി കഴിയുമ്പോൾ അവർ അങ്ങനെ അല്ല, ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വേറൊരു രീതിയിൽ മാറി ചിന്തിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്ന 3 കാർഡ്സാണ്. ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 6 ഓഫ് പെൻറ്റാക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്യൂൻ ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ ഒക്കെ നിറച്ച് നോക്കുകയാണെങ്കിൽ അവർക്കറിയാം നിങ്ങൾ ഭയങ്കര ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. ഭയങ്കരമായിട്ട് അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കറിയാമെങ്കിലും ഈ പറയുന്ന പോലെ അവർ പല രീതിയിൽ അവർക്ക് രണ്ട് മനസ്സ് വരുന്നുണ്ട്, രണ്ട് രീതിയിൽ അവർ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം. അവരവരുടെ ഒരു ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ തന്നെ റിലേഷൻഷിപ്പിന് നല്ലൊരു സ്ട്രെങ്തോട് കൂടി തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിൽ കൂടുതലും കാണുന്നത്. കാരണം
നിങ്ങൾക്കിപ്പോൾ യാതൊരു ഐഡിയ ഇല്ല എന്താണ് ആക്ച്വലി റിലേഷൻഷിപ്പിനിടയിൽ സംഭവിക്കുന്നത്, സ്റ്റേ ചെയ്യണോ അതോ മൂവ് ആവണോ എന്നുള്ള ഒരു തോട്ട്സിലാണ് നിങ്ങൾ കൂടുതൽ പേരും ഇപ്പോൾ ഉള്ളത്. കാരണം ഇങ്ങനെയുള്ളൊരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി തോന്നിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ക്യൂനോ പോയിൻറ്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങളൊരു കിങ്ങായിട്ട് ക്യൂനായിട്ടോ ഒക്കെ അവരുടെ ലൈഫിലേക്ക് ഒരു ലൈറ്റ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു വെളിച്ചം പകർന്നു കൊടുത്തത് പോലും നിങ്ങളാണ് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ അവർക്ക് അറിയാം. പക്ഷേ എന്നാലും അവർ രണ്ട് രീതിയിൽ ചിന്തിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ. അതിപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരിയറിലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിലുള്ള സപ്പോർട്ട് ഇല്ലായ്മ ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും മേ ബി ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ഇവർ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് രീതികളിലേക്ക് വരാനായിട്ട് തുടങ്ങുമ്പോഴും ഇവർ രണ്ട് രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നതും അത് പലപ്പോഴും അത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊരു സ്ട്രെങ്ത് വളരെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നൊരു എനർജി ഒന്നും ഫീൽ ആവുന്നില്ല. കുറച്ച് വേണമെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ അവർക്കത് ഓവർകം ചെയ്ത് വരാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷെ അവരതിനും തയ്യാറാവാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും ഫീൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കണക്ട് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. നമ്പർ 7 ആണ് അത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്പർ 7 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ മന്ത് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ ഇ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ജൂലൈ മന്ത് ആണ്. ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കളറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന മറ്റൊരു ക്ലൂ നമ്പർ 2 ആണ്. നമ്പർ 2 കിട്ടിയിട്ടുണ്ട്. ഫ്രൈഡേ എന്നുള്ളൊരു ഡേ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ടോക്കറ്റീവ് എന്നുള്ളതാണ്. ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അത് നമ്പർ നേച്ചർ ആയിരിക്കാം. ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ ബി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്പർ 17 ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്പർ 17. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അബ്രോഡ് എന്നുള്ളൊരു ക്ലൂ ആണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടാകുന്നത് ക്ലൂസ് എന്ന് പറയുന്നത്. റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ റീഡിങ് ആയിക്കോട്ടെ ക്ലൂസ് ആയിക്കോട്ടെ ഒക്കെ മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻസിലൂടെ പറയാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതുവരെയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ലൈക്കെങ്കിലും ചെയ്യാണ്ട് പോകരുത്. നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരട്ടെ. അടുത്ത റീഡിംഗ് ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.